JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ തഹസീൽദാർ സീനിയർ സൂപ്രണ്ടന്റ് ലാൻഡ് റവന്യൂ കാറ്റഗറി നമ്പർ 566/2021 സിലബസ് വൈസ് ക്ലാസ്സിൽ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ ഇന്ന് തന്നെ പ്ലേലിസ്റ്റിലാക്കുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളെല്ലാം തന്നെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. When did the Environment Protection Act 1986 come into force? അതായത് 1984 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 01 ഏപ്രിൽ 1986, ഓപ്ഷൻ ബി 1 മാർച്ച് 1986, ഓപ്ഷൻ സി 1 മെയ് 1986, ഓപ്ഷൻ ഡി 19th November 1986. When did the Environment Act 1986 come into force? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 19th November 1986. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Environment Protection Act 1986 deals with the persons handling hazardous substances to comply with the procedural safeguards? അതായത് ഈ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പ് നടപടി ക്രമപരമായ സുരക്ഷാ മാർഗങ്ങൾ പാലിക്കുന്നതിനായി അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ Section 12 of the Environment Protection Act 1986, option B Section 9 of the Environment Protection Act 1986, option C Section 14 of the Environment Protection Act 1986, option D Section 20 of the Environment Protection Act 1986. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സെക്ഷൻ 9 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Environment Protection Act 1986 deals with the offenses by companies? അതായത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് കമ്പനികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 16 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, option B section 14 of the Environment Protection Act 1986, option C section 13 of the Environment Protection Act 1986, option D section 18 of the Environment Protection Act 1986. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, സെക്ഷൻ 16 of the Environment Protection Act 1986. അടുത്ത ക്വസ്റ്റ്യൻ. Section 25 of the Environment Protection Act 1986 deals with a dash. അതായത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ 25ാം വകുപ്പ് ഡാഷ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഗവൺമെന്റ് അനാലിസിസ്, ഓപ്ഷൻ ബി പവർ ടു മേക്ക് റൂൾസ്, ഓപ്ഷൻ സി ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ, ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫ് ആക്ഷൻ ടേക്കൻ ഇൻ ഗുഡ് ഫെയ്ത്ത്. Section 25 of the Environment Protection Act 1986 deals with a dash. Option B ആണ് ആൻസർ, power to make rules. അടുത്ത ക്വസ്റ്റ്യൻ. Penalty for contravention of the provisions of the Act and the rules, orders and directions is provided in section dash of the Environment Protection Act 1986. അതായത് ആക്ടിലെ വ്യവസ്ഥകളും ചട്ടങ്ങളും ഉത്തരവുകളും നിർദ്ദേശങ്ങളും ലംഘിച്ചതിനുള്ള പിഴ പരിസ്ഥിതി സംരക്ഷണ ആക്ട് 1986 ഡാഷ് വകുപ്പിൽ നൽകിയിരിക്കുന്നു. ഓപ്ഷൻ നോക്കാം.
ഓപ്ഷൻ എ സെക്ഷൻ 24 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ ബി സെക്ഷൻ 22 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ സി സെക്ഷൻ 15 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ ഡി സെക്ഷൻ 23 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 15 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ 4 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രൊവൈഡ്സ് ഡാഷ്. അതായത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ 4ാം വകുപ്പ് ഡാഷ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ദെയർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓപ്ഷൻ ബി ഒഫൻസസ് ബൈ കമ്പനീസ്. ഓപ്ഷൻ സി എഫക്ട് ഓഫ് അതർ ലോസ്. ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ റിപ്പോർട്ട്സ് ഓർ റിട്ടേൺസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ദെയർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Environment Protection Act 1986 deals with the rules to regulate environmental pollution? അതായത് ഈ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 7 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ ബി സെക്ഷൻ 4 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ സി സെക്ഷൻ 6 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ ഡി സെക്ഷൻ 9 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 6 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Environment Protection Act 1986 deals with the persons handling hazardous substances to comply with the procedural safeguards? അതായത് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പ് നടപടിക്രമപരമായ സുരക്ഷാ മാർഗങ്ങൾ പാലിക്കുന്നതിനായി അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ എ സെക്ഷൻ 7 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ ബി സെക്ഷൻ 8 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ സി സെക്ഷൻ 4 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓപ്ഷൻ ഡി സെക്ഷൻ 5 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 8 ഓഫ് ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അടുത്ത ക്വസ്റ്റ്യൻ. When did Forest Conservation Act 1980 come into force? അതായത് ഈ 1980 വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 01 ഏപ്രിൽ 1986. ഓപ്ഷൻ ബി 1 മാർച്ച് 1986. ഓപ്ഷൻ സി 1 മെയ് 1986. ഓപ്ഷൻ ഡി 25 ഒക്ടോബർ 1980. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 25 ഒക്ടോബർ 1980. അടുത്ത ക്വസ്റ്റ്യൻ. When did the Water Prevention and Control of Pollution Act come into force in the year of dash? അതായത് ഈ ഡാഷ് വർഷത്തിൽ ജല മലിനീകരണം തടയലും നിയന്ത്രണവും നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1980. ഓപ്ഷൻ ബി 1978. ഓപ്ഷൻ സി 1976. ഓപ്ഷൻ ഡി 1974. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1974. അടുത്ത ക്വസ്റ്റ്യൻ. When did the Wildlife Protection Act 1972 come into force? അതായത് ഈ 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 ഏപ്രിൽ 1986. ഓപ്ഷൻ ബി 20 ജൂലൈ 1973. ഓപ്ഷൻ സി 1 മെയ് 1986. ഓപ്ഷൻ ഡി 19 നവംബർ 1986. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 20 ജൂലൈ 1973. അടുത്ത ക്വസ്റ്റ്യൻ. When did the Indian Forest Act 1927 come into force? അതായത് 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 21 നവംബർ 1927. ഓപ്ഷൻ ബി 01 മാർച്ച് 1928. ഓപ്ഷൻ സി 1 മെയ് 1927. ഓപ്ഷൻ ഡി 1 ഏപ്രിൽ 1928. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 21 നവംബർ 1927.
അടുത്ത ക്വസ്റ്റ്യൻ. When did Air Prevention and Control of Pollution Act 1981 come into force? അതായത് 1984 വായു മലിനീകരണ തടയലും നിയന്ത്രണവും നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1 April 1986, ഓപ്ഷൻ ബി 1 March 1986, ഓപ്ഷൻ സി 1 May 1986, ഓപ്ഷൻ ഡി 29 March 1981. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 29 March 1981. അടുത്ത ക്വസ്റ്റ്യൻ. National Institute of Disaster Management was inaugurated on dash. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ എ September 23, 2002, ഓപ്ഷൻ ബി August 14, 2001, ഓപ്ഷൻ സി October 16, 2003, ഓപ്ഷൻ ഡി August 14, 2004. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് Disaster Management was inaugurated on August 14, 2004. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹെഡ് ഓഫീസ് ഓഫ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ സിറ്റി/സ്റ്റേറ്റ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആസ്ഥാനം ഇന്ത്യയിലെ നഗരത്തിൽ ഡാഷ് സംസ്ഥാനത്താണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി മണിപ്പൂർ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ. When the situation of hazard arise, അതായത് അപകട സാഹചര്യം ഉണ്ടാകുമ്പോൾ. ഓപ്ഷൻ എ when there is the threat of natural calamity, ഓപ്ഷൻ ബി when there is a threat to the consequences of the disaster, option C when there is a threat to property and lives from calamities, option D all of the above when the situation of hazard arise, option B ആണ് correct answer, when there is a threat to the consequences of the disaster. അടുത്ത question. Which one of the following is not a natural disaster? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് പ്രകൃതി ദുരന്തം അല്ലാത്തത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വോൾക്കാനോ എറപ്ഷൻ, ഓപ്ഷൻ ബി ഫ്ലഡ്, ഓപ്ഷൻ സി ബ്ലോ ഔട്ട്, ഓപ്ഷൻ ഡി സുനാമി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചുറൽ ഡിസാസ്റ്റർ? ഓപ്ഷൻ സി ആണ് ആൻസർ, ബ്ലോ ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. When did the Forest Conservation Act 1980 come into force? അതായത് വന സംരക്ഷണ നിയമം 1980 നിലവിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1 April 1980, ഓപ്ഷൻ ബി 25 October 1980, ഓപ്ഷൻ സി 1 May 1980, ഓപ്ഷൻ ഡി 23 April 1980. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 25 October 1980. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Forest Conservation Act 1980 deals with the penalty for contravention of the provisions of the Act? അതായത് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലെ ഏത് വകുപ്പാണ് നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 3 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഓപ്ഷൻ ബി സെക്ഷൻ 3A ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഓപ്ഷൻ സി സെക്ഷൻ 4 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഓപ്ഷൻ ഡി സെക്ഷൻ 2 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സെക്ഷൻ 3A ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സെക്ഷൻ ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഡീൽസ് വിത്ത് ദ ഒഫൻസസ് ബൈ അതോറിറ്റീസ് ആൻഡ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്? അതായത് 1980 വനസംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് അധികൃതരുടെയും സർക്കാർ വകുപ്പിന്റെയും കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 3 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഓപ്ഷൻ ബി സെക്ഷൻ 5 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഓപ്ഷൻ സി സെക്ഷൻ 3B ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഓപ്ഷൻ ഡി സെക്ഷൻ 2 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സെക്ഷൻ 3B ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്
advisory committee is provided in section dash of the Forest Conservation Act 1980. ഉപദേശക സമിതിയുടെ ഭരണഘടന ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 സെക്ഷൻ ഡാഷിൽ നൽകിയിരിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 4 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ ബി സെക്ഷൻ 2 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ സി സെക്ഷൻ 1 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ ഡി സെക്ഷൻ 3 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 3 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Forest Conservation Act 1980 deals with the restriction on the dereservation of forests or use of forest land for non-forest purposes? അതായത് 1980 വനസംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് വനം നികത്തുന്നതിനോ വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനോ ഉള്ള നിയന്ത്രണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 3 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ ബി സെക്ഷൻ 3A ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ സി സെക്ഷൻ 4 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ ഡി സെക്ഷൻ 2 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 2 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Forest Conservation Act 1980 deals with the repeal and saving? അതായത് 1980 വനസംരക്ഷണ നിയമത്തിലെ ഏത് വകുപ്പാണ് റദ്ദാക്കലും സമ്പാദ്യവും കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 7 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ ബി സെക്ഷൻ 4 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ സി സെക്ഷൻ 5 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഓപ്ഷൻ ഡി സെക്ഷൻ 9 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 5 ഓഫ് ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Representation of the People Act 1950 deals with the power to alter or armed orders? അതായത് 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏത് വകുപ്പാണ് ഉത്തരവുകൾ മാറ്റാനോ ഭേദഗതി ചെയ്യാനോ ഉള്ള അധികാരം കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 12 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഓപ്ഷൻ ബി സെക്ഷൻ 9 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഓപ്ഷൻ സി സെക്ഷൻ 14 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഓപ്ഷൻ ഡി സെക്ഷൻ 20 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 12 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. അടുത്ത ക്വസ്റ്റ്യൻ. Which section of the Representation of the People Act 1950 deals with the power of Election Commission to maintain delimitation order up to date? അതായത് ഈ 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏത് വകുപ്പാണ് ഡെലിമിറ്റേഷൻ ഓർഡർ കാലികമായി നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 12 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഓപ്ഷൻ ബി സെക്ഷൻ 9 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഓപ്ഷൻ സി സെക്ഷൻ 14 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഓപ്ഷൻ ഡി സെക്ഷൻ 20 ഓഫ് ദ പീപ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് സെക്ഷൻ 20 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 9 ഓഫ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1950. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.